ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ബഹുമാന്യരായ ഉലമാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉമറാക്കൾ, കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ച് സ്വർഗം സമ്പാദിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വളരെയേറെ പ്രശസ്തരും പ്രഗത്ഭരുമായ ഉസ്താദുമാർ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. UAE-യിൽ ജംഇയ്യത്തുൽ ഉലമാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അലി ഉസ്താദ് തുടങ്ങി മഹാരഥന്മാരായ പർവ്വതതുല്യരായ പണ്ഡിതർക്ക് മുമ്പിൽ അഹ്ലുസുന്ന വൽ ജമാഅയും ബിദ്അ കക്ഷികളും തമ്മിലുള്ള ആദർശപരമായ വ്യതിയാനങ്ങൾ ഏത് എന്ന് വിശദീകരിക്കാൻ ഞാൻ അർഹനല്ല. നമ്മുടെ പ്രിയങ്കരനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേരും. എൻ്റെ ഈ സദസ്സിൽ ധാരാളം സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും വലിയ വലിയ ഉലമാക്കളിൽ നിന്നും പൊരുത്തം വാങ്ങി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത 100% മുഖല്ലിദീങ്ങളായി ആലിമീങ്ങൾ, അതാത് പള്ളികളിലെ ഇമാമുകൾ, പൂർവിക കാരണവന്മാർ അവരൊക്കെ ചെയ്തു വരുന്നതിനെ അതേപോലെ ഒപ്പിയെടുത്ത് സ്വീകരിച്ചു വരുന്ന മുഅ്മിനുകൾ, ആ മുഅ്മിനീങ്ങളായ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് വഹാബിസം കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് ചെയ്ത നവോത്ഥാനങ്ങളുടെ 1 ഡസൻ ഉദാഹരണങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. നാളെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും കാണുന്ന വഹാബി വിഭാഗത്തോട് നിങ്ങൾക്ക് ഇതാണോ നവോത്ഥാനം, ഇതല്ലേ നിങ്ങൾ ഈ ദീനിൽ ചെയ്തത് എന്ന് സാധാരണക്കാർക്ക് ചോദിക്കാൻ ഉപകരിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. അവര് പറയുന്നതും അല്ലാഹ്, നമ്മൾ പറയുന്നതും അല്ലാഹ്. അവര് പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരോതുന്നതും ഉസ്താദെ ഖുർആന്, നിങ്ങൾ ഓതുന്നതും ഖുർആൻ. ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ അതിനെ തുലനപ്പെടുത്താറുണ്ട്. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം തുടങ്ങിയ ബിദ്അ കക്ഷികളുടെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾക്ക് അവരോതുന്നത് ആയത്തുകൾ തന്നെ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ അവരോതുന്നതും ആയത്തുകൾ തന്നെ. ഇരു വിഭാഗവും ഷഹാദത്ത് കലിമയും അല്ലാഹ് അഫ്ളലുൽ ദിക്റും ഒരുപോലെ തന്നെ. സാധാരണക്കാർ ഇങ്ങനെ ഒന്ന് തുലനപ്പെടുത്തിക്കൊണ്ട് അതിലും വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിൽ പാകപ്പെടുത്തിയ നല്ല ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം, ആ രുചികരമായ ഭക്ഷണം നല്ലൊരു നെയ്ച്ചോറ്, ഒരേ പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം അടുത്ത കടയിൽ ഒരു കമ്പനി നിർമ്മിച്ച
2 പാത്രങ്ങൾ വാങ്ങിയിട്ട് രണ്ടിലും വിളമ്പി വെച്ചു. ഒന്ന് ചോറ് വിളമ്പുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തട്ട്, അത് നിലത്ത് വീണാൽ പൊട്ടുന്ന ഈ പിഞ്ഞാണത്തിന്റെ കൂട്ടുകൊണ്ടുണ്ടാക്കിയ ISI മുദ്രയുള്ള ഒരു ഉപകരണമാണ്. അതേ സാധനം ആകൃതി മാറ്റിയിട്ട് ഉണ്ടാക്കിയതാണ് ക്ലോസറ്റ്. അതേ സാധനം തന്നെയാണ്. ഈ കമ്പനി ഇതിനെന്തൊക്കെ ഉപയോഗിച്ചോ അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഈ ക്ലോസറ്റിനും ഉള്ളത്. പുതിയ 2 എണ്ണം ഫാക്ടറിയിൽ നിന്ന് വാങ്ങി പുതിയ വീട് താമസമാക്കിയ ആൾ ഭക്ഷണം തയ്യാറാക്കി. ആളുകൾ വന്നപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതിന് നോക്കുമ്പോ ഒരു സുപ്രയിൽ നിറയെ ഭക്ഷണം, അത് വിളമ്പിയിരിക്കുന്നത് ഈ തട്ടിലാണ്. അപ്പുറത്തും ഇതേ നെയ്ച്ചോറ്, അത് വിളമ്പിയിരിക്കുന്നത് ക്ലോസറ്റിലാണ്. നിങ്ങളൊക്കെ എവിടെ പോയിരിക്കും? ഇതും നെയ്ച്ചോറല്ലേ, അതും നെയ്ച്ചോറല്ലേ? ഈ പീടിയിൽ നിന്ന് വാങ്ങിയ അരി തന്നെയല്ലേ, ഈ അരി തന്നെയല്ലേ, ആ അരി തന്നെയല്ലേ? ഇതുപോലെ ഒരാൾ തുലനപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാകുമോ ആ വിശ്വാസമാണ്, ആ വ്യത്യാസമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതിന്റെ ആളുകളെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് അല്ലാഹ് ആ പരിശുദ്ധമായ ആദർശം അത് സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളെ കൽബാകുന്ന പാത്രത്തിൽ നിന്ന് വരുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹാബിയും മൗദൂദിയും അവരെ നാവിൽ നിന്ന് വരുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ക്ലോസറ്റിൽ നിന്ന് വരുന്നതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഇനി ഞാൻ അത് ക്ലോസറ്റും ഇത് മറ്റതുമാണെന്ന് ബോധ്യപ്പെടുത്തി മാത്രമേ നിങ്ങൾ വിടുകയുള്ളൂ. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരാൾ ചോദിക്കും, അപ്പോ ഇപ്പൊ അത് 2 എണ്ണം ഉണ്ടല്ലോ, ഒന്ന് ഉപയോഗിച്ച ക്ലോസറ്റും ഒന്ന് പുതിയത് വാങ്ങിക്കൊണ്ടുവന്ന ക്ലോസറ്റും, അതല്ലാതെ പ്രത്യേകമായി അതിൽ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ഈ വഹാബിസത്തിന്റെ 2 വിഭാഗവും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തെ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും ചെയ്യാറുണ്ടായിരുന്ന തെറ്റ് 100 എണ്ണമാണോ അതല്ല 70 എണ്ണമാണോ? അതാണ് വഹാബിസത്തിന്റെ തർക്കം. 2 വിഭാഗങ്ങൾ 2 ഗ്രൂപ്പായി, ഒന്ന് വയനാടിലേക്ക് കാറ് കയറുകയും ഒന്ന് ഇവിടെ ചെങ്ങനംകുളത്ത് കുളത്തിലിറങ്ങുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? 2 വിഭാഗവും തമ്മിൽ തർക്കം. നബി തങ്ങൾ ചെയ്തിരുന്ന തെറ്റ് ദിവസവും 100 അതോ 70? ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് ഉപയോഗിച്ച ക്ലോസറ്റ്, ഒന്ന് പുതിയത് വാങ്ങിക്കൊണ്ടുവന്ന ക്ലോസറ്റ്, ഇത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ വഹാബികളുടെ നവോത്ഥാനം എന്ന പേരിൽ സർവ നവോത്ഥാനത്തിന്റെയും ആളുകൾ ഞങ്ങളാണ് 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 എന്ന് അവകാശപ്പെടുന്ന ഇവർ ഒരു തരം ഉമ്മാമ്മമാരുടെ അന്ധവിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ വല്യന്മാരുണ്ട്. ആ വല്യന്മാരിങ്ങനെ പറയും, ഓളെ കെട്ടിക്കൊണ്ടതിന്റെ ശേഷമാണ് ഈ വീട് നന്നായത്, മറ്റേ കുട്ടി ജനിച്ചതിന്റെ ശേഷമാണ് ഇത് നന്നായത്, മറ്റതുണ്ടായതിന്റെ ശേഷമാണ് ഇത് ഒഴിവായത് എന്നിങ്ങനെ തുടങ്ങി. ഞങ്ങൾ വന്ന ശേഷമാണ് അതുണ്ടായത്, ഞങ്ങൾ വന്ന ശേഷമാണ് ഇതുണ്ടായത്. നമ്മളെ പഴയ മാമാർക്കുണ്ടല്ലോ ഒരു പറച്ചില്, നമ്മളെ നബീസ് പറഞ്ഞ കുട്ടി ഉണ്ടായതിന്റെ ശേഷമാണ് ഈ പെരുണ്ടായത്, മറ്റോളെ പ്രസവിച്ചതിന്റെ ശേഷമാണ് ആ പാലുണ്ടായത്. ഇങ്ങനെ തുടങ്ങിയിട്ട് പഴയ ഉമ്മാമാർക്ക് ഒരു പറച്ചിൽ. ഇതേ രൂപത്തിൽ വഹാബികൾ ഇങ്ങനെ എവിടെ സ്റ്റേജ് കിട്ടിയാലും ഞങ്ങൾ വന്നിട്ടാണ് അതായത്, ഞങ്ങൾ വന്നിട്ടാണ് ഇതുണ്ടായത്. ഇന്ത്യ നാട്ടിൽ നിന്ന് ഒന്നും തിരിയാത്ത ചങ്ങായി ദുബായി പോയിട്ട് 10 കൊല്ലായി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് പറയും, ഞാൻ വന്നതിന്റെ ശേഷമാണ് ദുബായിൽ വിമാനത്താവളം ഉണ്ടായത്, ഞാൻ വന്നതിന്റെ ശേഷമാണ് ഇവിടെ സീപോർട്ട് ഉണ്ടായത്, ഞാൻ വന്നതിന്റെ ശേഷമാണ് ഇവിടെ ഹൈവേ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആക്കിയത്, ഞാൻ വന്നതിന്റെ ശേഷമാണ് ഇവിടെ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായത് എന്നിങ്ങനെ ഇതേപോലെ വഹാബികൾ പറയും. യഥാർത്ഥത്തിൽ എന്താണ് വഹാബിസം ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം? ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാന്യരായ സുന്നി വചന സംഘത്തിന്റെ സ്റ്റേറ്റ് അധ്യക്ഷനും നിരവധി ഉലമാക്കളുടെ ഗുരുവര്യരും നിരവധി മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമായ നമ്മുടെ സംഘടനയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ആധികാരികമായി പറഞ്ഞു, നാം വിശ്വസിക്കുന്ന ആദർശം ഏതാണോ ആ ആദർശത്തിൽ ഒരു ഹദീസ് ഓതിയാൽ അത് ഓതിയ ആൾ മുതൽ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അതാണ് നമ്മുടെ പാരമ്പര്യം. കേരളത്തെ സംബന്ധിച്ച് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹു ആകുന്ന ഉടമസ്ഥന്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്ന,
അള്ളാഹുവിന് ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കേണ്ട റൂട്ടും രീതിയും ആകൃതിയും മനസ്സിലാക്കി തന്ന സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടക്കുള്ള മധ്യവർത്തി, സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടക്കുള്ള ശുപാർശകൻ, ഉടമസ്ഥന്റെയും അടിമകളുടെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 58 റസൂലുള്ള മദീനത്ത് ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം ദീനി ദഅവത്തുമായി ആധികാരികമായി നബി തങ്ങൾ 58-ാമത്തെ വയസ്സിൽ മദീനയിൽ ജീവിച്ചിരിപ്പുള്ളപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം സ്വഹാബാക്കൾ എത്തിക്കുകയും പള്ളി സ്ഥാപിക്കുകയും ജുമുഅ സ്ഥാപിക്കുകയും ജമാഅത്തുകൾ സ്ഥാപിക്കുകയും തറാവീഹുകൾ നടത്തുകയും നിക്കാഹുകൾ നടത്തുകയും തുടങ്ങി ആട്ടുതൊട്ടിൽ മുതൽ മയ്യിത്ത് കട്ടിൽ വരെ നീണ്ടുകിടക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും സ്വഹാബാക്കൾ നേരിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രരേഖകൾ ഏറെയുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട സ്വഹാബ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബ കേരളത്തിൽ വന്നു എന്നത് ആധികാരിക രേഖയാണ്. രണ്ട്, ഒരു സ്വഹാബി പ്രമുഖൻ കേരളത്തിൽ താമസിച്ചു, കോഴിക്കോടിനടുത്ത് മുഗീറദാർ. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഇന്നും മുഗീറദാർ ആ സ്വഹാബി താമസിച്ച വീട് നിൽക്കുന്ന സ്ഥലം. രണ്ട്, മൂന്നാമത് ചരിത്രം, കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ള പള്ളിയിൽ സനത്ത് ഹംസ് ഹിജ്റ 5-ാം വർഷം സ്ഥാപിച്ചിരിക്കുന്ന പള്ളി. ഹിജ്റ 53-ൽ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. 53-ഉം 5-ഉം 58. റസൂലുള്ള വഫാത്താകുന്നത് വയസ്സ് 63. റസൂലുള്ള വഫാത്താകുന്നതിന് 5 വർഷം മുമ്പ് കേരളത്തിൽ സ്ഥാപിച്ച പള്ളി. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇവിടെ പള്ളി സ്ഥാപിച്ചു. സ്വഹാബാക്കൾ വന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കപ്പെട്ടു എന്നത് ആധികാരിക രേഖയാണ്. ആ സ്വഹാബാക്കളിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ അടർത്തിയെടുത്ത, ദീനുൽ ഇസ്ലാമിനെ പകർത്തിയെടുത്ത, ദീനുൽ ഇസ്ലാമിനെ പരിപൂർണമായി സ്വീകരിച്ച ആ സ്വഹാബാക്കൾ എന്ന് പഠിച്ച പോരാ, സ്വഹാബാക്കളെയും അറബി സഹോദരങ്ങളെയും കണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഈ കേരളം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി പെരുമാൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെരുമാൾ, അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് മക്കത്തുൽ മുക്കറമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ പോയി കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് സ്വഹാബിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ രേഖകളാണ്. ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബാക്കളാണ് കേരളത്തിൽ പള്ളി സ്ഥാപിച്ചത്. ആ സ്വഹാബാക്കളാണ് ജുമുഅ സ്ഥാപിച്ചത്. ആ സ്വഹാബാക്കളാണ് ജമാഅത്ത് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് തറാവീഹ് നിസ്കരിച്ച് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് നിക്കാഹ് ചെയ്ത് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് മയ്യത്ത് കുളിപ്പിച്ചും കഫം ചെയ്തും മറവ് ചെയ്തും കാണിച്ചു തന്നത്. അവരാണ് മയ്യത്ത് നിസ്കരിച്ച് കാണിച്ചു തന്നത്. ഈ രേഖകളൊക്കെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ ഇസ്ലാം നബി തങ്ങളുടെ കാലത്ത് തന്നെ വരികയും സ്ഥാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ആ ഇസ്ലാമിനെ നമുക്ക് ലഭിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്ന ഹദീത്ത് ഞങ്ങൾക്ക് ഹദീത്ത് പഠിപ്പിച്ചു തന്ന മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഷെയ്ഖുൽ ഹദീത്ത് നെല്ലിക്കുത്ത് ഉസ്താദ്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ എത്രാമത്തെ ശിഷ്യനായി വരും? അപ്പൊ അദ്ദേഹം മിനിഞ്ഞാന്ന് പോലും എന്നോട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി മുതൽക്ക് 25-ാമത്തെ ശിഷ്യനാണ്, അപ്പൊ നിങ്ങൾ 26-ാമത്തെ ആളായിരിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്രയും പാരമ്പര്യത്തോടു കൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നാം ചർച്ചക്ക് വെക്കുന്നതെങ്കിൽ, ഇതിനിടയ്ക്ക് അടുത്ത കാലത്ത് 1 നൂറ്റാണ്ട് പൂർത്തിയായിട്ടില്ലാത്ത വഹാബിസം, 1/2 നൂറ്റാണ്ട് പൂർത്തിയായിട്ടില്ലാത്ത വഹാബിസം, ആ വഹാബിസം ഈ രാജ്യത്ത് അവർ നവോത്ഥാനം നടത്തിയെന്നാണ് പറയുന്നത്. ഒന്ന്, കേരളത്തിലെ മുസ്ലിംകളും. ആ മുസ്ലിംകളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇസ്ലാമിന് വളരെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കൽ നിർബന്ധമുള്ള 3 താളുതര ബന്ധങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, നാം തമ്മിലുള്ള രക്തബന്ധം. ആ രക്തബന്ധത്തിൽ നമ്മുടെ മാതാവ്, പിതാവ്,
ആ രക്തബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ്. രണ്ടാമത് നാം തമ്മിലുള്ള വിവാഹബന്ധം. ആ വിവാഹബന്ധത്തിലെ കണ്ണികൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മൂന്നാമത് നാം ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ അയൽവാസികൾ എന്ന രീതിയിലുള്ള നമ്മുടെ അയൽവക്ക ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളെയും ഒരുമിച്ച് തകർത്ത് കളഞ്ഞു എന്നതാണ് വഹാബിസത്തിന്റെ ഈ രാജ്യത്തെ നവോത്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഉദാഹരണത്തിന് പറയാം. ഒരു കുടുംബത്തിൽ 10 അംഗങ്ങൾ. നേരത്തെ അങ്ങനെയാണല്ലോ, ഇപ്പോഴുള്ള കുട്ടികൾ കുറഞ്ഞത്. നേരത്തെ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ചെറിയോനാ, അയാൾക്ക് 18 മക്കളാ. അയാളെ മതിൽ ചാടി രാത്രി 2 മണിക്ക് കള്ളന്മാര് വന്ന് നോക്കുമ്പം മുറ്റത്ത് ഒന്നോങ്ങാച്ച് ചെരുപ്പ്. അപ്പൊ ഇതിന്റെ ഔത്ത് വല്ല ജനറൽ ബോഡി നടക്കാന്ന് വിചാരിച്ചിട്ട് കള്ളന്മാരൊക്കെ തിരിച്ച് അങ്ങോട്ടല്ലേ. അപ്പോ ഇപ്പൊ നമ്മളാകെ 1 2 അര മതി എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോ ഒരു 18 മക്കളുള്ള ആചാര്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വലിയ കുടുംബം. ആ കുടുംബത്തിലെ അദ്ദേഹം, ജ്യേഷ്ഠൻ, അനുജൻ, മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ, അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പെൺമക്കൾ, അവർ വിവാഹം ചെയ്ത് അയച്ചപ്പോ പെൺകുട്ടികളുടെ ഭർത്താക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ വർഷത്തിലൊരിക്കൽ ആചാരെന്ത് ചെയ്യാറുണ്ട്? പ്രത്യേകിച്ച് ഈ മക്കളും കുടുംബവും ഒക്കെ തേറി താമസിക്കുന്ന ഈ വലിയ വീട്, അത് ഇയാളെ വാപ്പുണ്ടാക്കിയതാണ്. ആ വലിയ വീട്. ആ വാപ്പ മരണപ്പെട്ട ശേഷം എന്ത് ചെയ്യും? എല്ലാ വർഷവും വല്ലിപ്പ മരണപ്പെട്ട ദിവസം വരുമ്പോൾ ഈ മക്കളെ എല്ലാവരെയും ഇരുത്തി, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചേർന്ന്, മക്കളെ, വാപ്പ പറയുകയാണ്, മക്കളെ, നാം താമസിക്കുന്ന ഈ വലിയ വീട് അത് എന്റെ ഉപ്പ, നിങ്ങളെ വല്ലിപ്പ ഉണ്ടാക്കിയതാണ്. പഴയ കാലത്ത് പട്ടിണി കിടക്കുന്ന കാലത്തുണ്ടാക്കിയതാണ് ഈ വീട്. ഈ പറമ്പ് വാപ്പ സമ്പാദിച്ചതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ വരുമാനമൊക്കെ ഉപയോഗിക്കുന്ന ഈ റബ്ബർ തോട്ടം അത് വല്ലിപ്പ പണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആ വല്ലിപ്പാക്ക് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വല്ലിപ്പാക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി മക്കളും മക്കളും ഒക്കെ ചേർന്ന്, ഇത് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയതാ? ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങളെ കൂടെ അദ്ദേഹം താമസിച്ചപ്പോൾ ബാപ്പയ്ക്ക് തങ്ങളിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് തങ്ങളെ കൂടെ അദ്ദേഹം ജീവിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോയി കണ്ട് പൊരുത്തം വാങ്ങിയപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട മടവൂര് സിയം വലിയുള്ളാഹിയെ കണ്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട ശംസുലുലമ ഇ.കെ. ഉസ്താദിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാൾ തങ്ങളിൽ നിന്ന് പഠിച്ചപ്പോൾ കിട്ടി. ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദിൽ നിന്ന് കിട്ടി. അങ്ങനെ പരമ്പര മുറിയാത്ത ആലിമീങ്ങളും സാദാത്യങ്ങളുമായ ആളുകളിൽ നിന്ന് ഈ സാധാരണക്കാരന് കിട്ടിയ ആ ഖുർആനികമായ ബന്ധം, അത് വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ വർഷവും വാപ്പയുടെ പേരിൽ ഓതുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഖുർആൻ ഓത്ത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടക്കാം. അടുത്ത കാലത്ത് ഭദ്രമായി നടക്കുന്ന, വളരെ സുഭദ്രമായ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ആ കുടുംബത്തിൽ ഉള്ള മൂസ എന്നൊരു ചെറുപ്പക്കാരനെ വഹാബിസം സ്വാധീനിച്ച് ആ മൂസയെ മെല്ലെ മെല്ലെ ആകർഷിപ്പിച്ചു കൊണ്ടുപോയി. ഇപ്പൊ നോക്കുമ്പോ മൂസന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിമൂസ. അങ്ങനെ ഈ വർഷം ഇപ്പൊ നോക്കുമ്പോ ആ വാപ്പയും മക്കളും ഒരുമിച്ച് വല്ലിപ്പാന്റെ ആണ്ടിന് യാസീൻ ഓതാൻ വേണ്ടി കൂടിയപ്പോ യാസീൻ ഇങ്ങനെ എല്ലാരും ഓതി പകുതി ഇങ്ങനെ എത്തുമ്പോഴാണ് കുഞ്ഞിമൂസന്റെ വരവ്. കുഞ്ഞിമൂസന്റെ ആ മൂസന്റെ ഉള്ളിലെ കുഞ്ഞിമൂസ അപ്പൊ തുടങ്ങി കുടുംബം കലഹിപ്പിച്ചു. എന്റെ വാപ്പയെ ആദരിക്കാതെ, ഉമ്മയെ ബഹുമാനിക്കാതെ, ജ്യേഷ്ഠനോട് മര്യാദ കാണിക്കാതെ കുടുംബത്തിലുള്ള ഐക്യം മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയം ആ വല്ലിപ്പയുടെ ഖബറിലേക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ ബന്ധം, അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ ഹബിലുല്ലാഹി നൂറുല്ലാഹി എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ആ പ്രകാശം വല്ലിപ്പയുടെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുമൂസ വന്നിട്ട് പറഞ്ഞു, ഇവിടെ യാസീൻ ഓതാൻ പാടില്ല. ഓതൂല. ബാപ്പ പറഞ്ഞു, ഇജ്ജ് എവിടുന്നാണ് പഠിച്ചത്? ഞാൻ ബാപ്പയ്ക്ക് തങ്ങൾ ഓതുന്നത് കേട്ടിക്കണേ, ഞാൻ പാണക്കാട് തങ്ങൾ ഓതുന്നത് കേട്ടിക്കണേ, ഞാൻ കണ്ണിയത്ത് ഉസ്താദ് ഓതുന്നത് കേട്ടിക്കണേ, ഞാൻ എ.പി. ഉസ്താദ് ഓതുന്നത് കേട്ടിക്കണേ, ഞാൻ താജുല്ലുലമ ഓതുന്നത് കേട്ടിക്കണേ. അവരൊന്നും ഇസ്ലാമിലല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുഞ്ഞിമൂസയാകുന്ന വഹാബി അല്ലേ ഈ കുടുംബം മുഴുവനും കലക്കിയത്? വഹാബി നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ത് എന്ന് ചോദിച്ചാൽ കേരള മുസ്ലിങ്ങളുടെ കുടുംബം കലക്കി, കുടുംബ കലഹങ്ങൾ സൃഷ്ടിച്ചു എന്നത് വഹാബിസം ഈ രാജ്യത്ത് ചെയ്ത ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്.
വഹാബിസം ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ കുടുംബങ്ങളിലും കലഹമുണ്ടാക്കി എന്നത് മാപ്പർഹിക്കാത്ത തെറ്റവർ ചെയ്തതാണ്. അല്ലെങ്കിൽ വഹാബിസം പറയൂ, ഈ രാജ്യത്ത് 20, 30, 25, 18 മക്കളുമായുള്ള വലിയ കുടുംബത്തിൽ ഒരംഗത്തെ നിങ്ങൾ വഞ്ചനാപരമായി സ്വാധീനിച്ച് നിങ്ങൾ ആ കുടുംബം കലഹാൻ വിട്ടതല്ലേ? മുഴുവൻ കുടുംബത്തിലും കലഹമുണ്ടാക്കി. വിവാഹബന്ധത്തിലും രക്തബന്ധത്തിലും അയൽവക്ക ബന്ധത്തിലുമുള്ള ഈ കുടുംബങ്ങളെല്ലാം ഭിന്നിക്കുന്നതിന് വഹാബിസം കാരണമായി. മാത്രമല്ല, ആ ഭിന്നിപ്പ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, മുസ്ലിമീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ മറ്റു മതക്കാരെയും കൂട്ടി വിളിച്ച് നടത്തുന്ന സന്തോഷത്തിന്റെ സദസ്സുകളെല്ലാം വഹാബിസം കലക്കി എന്നത് അവരുടെ നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. നോക്കണം നിങ്ങളൊരു ഉദാഹരണം. 2 വലിയ കുടുംബങ്ങൾ, ആ വലിയ കുടുംബങ്ങളിൽ ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും അപ്പുറത്തെ വീട്ടിലെ ആൺകുട്ടിയും, 2 ചെറുപ്പക്കാർ തമ്മിലുള്ള വിവാഹബന്ധം, അത് ഇസ്ലാമികമായി നിർവഹിക്കുന്നതിന് നിക്കാഹിന്റെ വേദി, അയൽവാസികളും മറ്റ് ബന്ധപ്പെട്ടവരുമായ കണാരനും കുമാരനും മുഹമ്മദും അബൂബക്കറും ഒക്കെയുള്ള വേദി, സന്തോഷത്തിന് മുഹൂർത്തം എത്തി നിൽക്കുന്നു നിക്കാഹിന്റെ വേദി. അതാ വലിയ കാളിയും ചെറിയ കാളിയും ഒക്കെ എത്തി. അപ്പോഴാണ് മൗദൂദി കുടുംബത്തിൽ നിന്ന് പുരാപ്പിള വരുന്നത്. വഹാബിയും മൗദൂദിയുമായ അവർ നിക്കാഹിന്റെ വേദിയിലെത്തിയപ്പോൾ എല്ലാവരും നിക്കാഹിന്റെ സദസ്സിൽ സന്തോഷപൂർവ്വം ഒരുമിച്ച് കൂടിയ ആ സദസ്സ് അവിടെ കയ്യാങ്കളിയുടെ, അവിടെ പിശാച്ചിന്റെ സ്വാധീനം കൊണ്ട് നിറയുന്ന സദസ്സായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പുതിയ നിക്കാഹ് വേണം. സഭ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, ഈ വലിയ കാളിയാര് എത്ര വലിയ ആര്യമാണ്, എത്ര വലിയ ആളുകൾ, എത്രായിരം ആളുകൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത മനുഷ്യനാണ് ഇദ്ദേഹം. അയാളെ മുമ്പിൽ വെച്ച് ഇവന് വേണ്ടത് പുതിയ നിക്കാഹ്. തർക്കായി, കലഹായി നിക്കാഹിന്റെ സദസ്സാകെ. കണാരനും കുമാരനും അടക്കമുള്ള അയൽവാസികളും മറ്റുള്ള മതക്കാരും എന്ത് മാപ്പിളാരാണ് ഇവര്? ഇത് പറയിപ്പിച്ചത് വഹാബി നവോത്ഥാനമാണ്. എന്നിട്ടോ അവിടെ കുഴപ്പം. ആ കുഴപ്പത്തിൽ അവസാനം വലിയ കാളിയാർ ഇടപെട്ടിട്ട് പറഞ്ഞു, മോനെ നീ അധികം സംസാരിക്കണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. എന്തേ? നിന്റെ വല്യമ്മാനെ വല്ലിപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാനാ, അത് മതിയോ മോനെ? അത് പഴയതാണ്, അത് പറ്റൂല. അപ്പൊ വല്യമ്മയും വല്ലിപ്പയും നമ്മളെ നിക്കാഹിനെ സഹിയായിട്ടില്ല എന്നാണ് പേരക്കുട്ടി പറയണത്. അപ്പൊ അത് കേട്ടപ്പോ കാളിയാർ നീച്ചിട്ട് വന്ന് നിന്റെ അമ്മാനെ വാപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ഞാൻ, അത് മതിയോന്ന് പറഞ്ഞു. അതും സഹിയായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അന്നെ ഈ സഭയിൽ ഇരുത്താൻ പറ്റൂല. കാരണം വല്യമ്മ മുതൽക്ക് തന്നെ ലെവലില്ലെങ്കിൽ പിന്നെ ഈ ആരുമീങ്ങളും സയ്യിദന്മാരും ഇരിക്കണ സദസ്സിൽ ഇരുത്താൻ വേണ്ടി പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വഹാബിസം ജാരസന്തതികളെ സൃഷ്ടിച്ചു എന്നതാണ്. സ്വന്തം പിതാവിന്റെ നിക്കാഹ് സഹിഹല്ല, സ്വന്തം പിതാവിന്റെ നിക്കാഹ് സഹിഹല്ല. നിങ്ങളെ നവോത്ഥാനം ഇതല്ലേ ഈ രാജ്യത്ത് സൃഷ്ടിച്ചത്? ഒരു വിവരവും ഇല്ലാത്ത ഓട്ടോറിക്ഷ ഓട്ടുന്ന ഡ്രൈവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും BScക്കോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്ന അല്പജ്ഞാനികളായ ചെറിയ മക്കൾ, ആ ചെറിയ മക്കളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ദീൻ എന്ന പേരിൽ പഠിപ്പിച്ചപ്പോൾ വാപ്പയും ഉമ്മയും വേശ്യാവൃത്തിയിൽ ഉണ്ടായതാണ് ഞാനൊരു ജാരസന്തതിയാണ് എന്ന് പഠിപ്പിക്കുന്ന നവോത്ഥാനമല്ലേ ഈ രാജ്യത്ത് നിങ്ങൾ സൃഷ്ടിച്ചത്? വഹാബികൾ മറുപടി പറയണം. വഹാബിസം ഈ രാജ്യത്ത് ചെയ്തത് മാത്രമല്ല, ധാരാളം ആളുകൾ കൂടിയ തറവാടിത്തമുള്ള 2 കുടുംബത്തിന്റെ ഈ സന്തോഷകരമായ സദസ്സ് അത് മുഴുവനും കോലാഹലത്തിന്റെയും കയ്യാങ്കളിയുടെയും അവിടെ കുഴപ്പത്തിന്റെയും ലയനത്തിന്റെയും സദസ്സാക്കി മാറ്റിയത് വഹാബി നവോത്ഥാനമാണ്. പോരാ, ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ, ആ പ്രദേശത്തെ മുസ്ലിമീങ്ങളെല്ലാം ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു ഒരു സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ വശാഹിദ് വമശ്ഹൂദ് എന്ന് പറഞ്ഞിടത്ത് ഷാഹിദ് മശ്ഹൂദ് എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം യൗമുൽ ജുമുഅയും യൗമു അറഫയും ആണ് എന്ന്. ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്നൊരു നിധിയാണ് നമുക്ക് വെള്ളിയാഴ്ച. ജുമുഅക്ക് ആളുകൾ കുളിച്ച് വൃത്തിയായി നല്ല മനസ്സോടുകൂടെ ഓരോ കുടുംബത്തിൽ നിന്നും ആളുകൾ എത്തിച്ചേരുകയാണ്. ആളുകളെല്ലാം ജുമുഅക്ക് വേണ്ടി എത്തിച്ചേർന്നു. ജുമുഅക്ക് വേണ്ടി എത്തിച്ചേർന്ന മുഅ്മിനുകൾ വളരെ ആദരവോടെ കണ്ണീരൊഴുക്കി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് മധ്യേ വാങ്കുവിളി നടന്നു. ആ വാങ്കോടുകൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ആവർത്തിച്ചു വരുന്ന ആഴ്ചയിലെ ഹജ്ജിന്റെ തുടക്കം കുറിക്കുകയാണ്. ആ ഹജ്ജാകുന്ന സാധുക്കളുടെ ഹജ്ജാകുന്ന ഇബാദത്തിന്റെ ഖുത്ബക്ക് ഖതീബ് മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ്
ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു അള്ളാഹുവിലാണ്. അവരെല്ലാവരും വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർക്കെല്ലാവർക്കും അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ കേന്ദ്രം കഅബ ശരീഫ്. അവർക്കെല്ലാവർക്കും ഒരൊറ്റ ഭരണഘടന വിശുദ്ധ ഖുർആൻ. ആ ഭരണഘടന പഠിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് അവരുടെ ആരാധനകൾ നിർവഹിക്കുന്നതിന്റെ ഔദ്യോഗിക ഭാഷ. ബാങ്ക്, ഖുതുബ, നിസ്കാരം, സിക്ർ, സ്വലാത്ത് തുടങ്ങി എല്ലാം ആ ഭാഷയിലാണ്. ലോക മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ ചിഹ്നമായി നിൽക്കുന്ന ആ ഖുതുബ ആരംഭിക്കുന്നു. അത് ആരംഭിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു മൂസ കുടുംബം കലക്കി, കല്യാണ സദസ്സുകൾ കലക്കി, ഇപ്പൊ നോക്കുമ്പോ പള്ളിയിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പള്ളിക്കകത്ത് ബഹളം, ജുമഅക്ക് വന്നിരിക്കുന്ന ആളുകൾ തമ്മിൽ കുഴപ്പം. എന്താണ്? കുഞ്ഞു മൂസയും അവന്റെ കൂടെയുള്ള രണ്ടാളുകളും. സുബ്ഹാനല്ലാഹ്. മൗദൂദി വഹാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു കുഞ്ഞാലിനും കുഞ്ഞൈദീനും. രണ്ടാളും എല്ലാ തെറ്റിലും കണക്കാം. ഒരിക്കൽ കുഞ്ഞാലിനാണ് മരിച്ചു. അപ്പൊ നോക്കുമ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു കുഞ്ഞൈദീൻ ഒറ്റക്കായല്ലോ, ഓന്റെ കണ്ണൂക്കിന്റെ അന്ന് മറ്റവനോട് വെച്ചു. അപ്പൊ ആളുകളൊക്കെ പറയാൻ തുടങ്ങി എങ്ങനെയാ മരിച്ചാതൊക്കെ. ഓനോട് എന്ത് ചോദിച്ചാലും പറയും. മുഴുവൻ അറിയാൻ എനിക്കറിയാം, പക്ഷെ മുഴുവൻ പറയണമെങ്കിൽ മറ്റവനെയും കിട്ടണമെന്നാണ്. എന്ത് ചോദിച്ചാലും മുഴുവൻ അറിയണമെങ്കിൽ മറ്റവനെയും കിട്ടണം, മുഴുവൻ അറിയണമെങ്കിൽ മറ്റവനെയും കിട്ടണം. അങ്ങനെ അബനി നേരത്തെ കൊണ്ടായത് കാരണം ഈ ദീനിലുണ്ടാക്കിയ ഫസാദിന് ഇവര് രണ്ട് വിഭാഗവും, ബിദ്അത്തിന്റെ ഈ രണ്ട് കക്ഷിയും, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുതുബ ജമാഅത്ത് നടക്കുമ്പോൾ ആ ഖുതുബ നടക്കുന്ന സമയത്ത് ഈ ഖുതുബ ഞങ്ങൾക്ക് പറ്റില്ല. സുബ്ഹാന ജല്ല ജലാലു. കാരണന്മാർ ചോദിച്ചു, മക്കളെ, മക്കത്തോദന ഖുതുബ അറബിയല്ലേ? മദീനത്തോദന ഖുതുബ അറബിയല്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ ഓദന ഖുതുബ അറബിയൽ? അതൊന്നും ഞങ്ങളോട് പറയണ്ട. ഇവിടെ ഞങ്ങൾക്ക് ഖുതുബ മലയാളത്തിൽ, മാതൃഭാഷയിൽ ഖുതുബ കിട്ടണം. ഖുതുബയുടെ ഭാഷയുടെ പേരിൽ ഉണ്ടാക്കിയ ആ പള്ളിക്കകത്തെ തർക്കം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് അടിപിടിയായി, കുഴപ്പമായി, കലഹമായി. മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലെ പാലപ്പറ്റയിൽ പഴയ ജുമാഅത്ത് പള്ളിയിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ പുറത്ത് വഹാബി ഗുണ്ടകൾ, ആ ഗുണ്ടകൾ തയ്യാറായി നിൽക്കുന്നു. എന്നിട്ടോ പള്ളിയിൽ ഖുതുബ നടക്കുമ്പോൾ ഇത് പറ്റൂല, ഇവിടെ മലയാളത്തിൽ ഖുതുബ ഓതണം. തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. ഖതീബ് ഖുതുബ അങ്ങനെ തുടർന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓടിട്ട പള്ളിയുടെ മുകളിലേക്ക് ശക്തിയായ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് ഓട് പൊട്ടിയിട്ട് കല്ല് ഖതീബിന്റെ മൂർദാവിൽ വീണു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ പള്ളി പൂട്ടിക്കിടന്നു. വർഷങ്ങൾ പൂട്ടിക്കിടന്ന പള്ളി തുറപ്പിക്കുന്നതിന് വേണ്ടി പാലപ്പറ്റ പള്ളി വിമോചന സമരം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സഹോദരങ്ങളെ? അങ്ങനെ എത്ര പള്ളികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പള്ളിക്കകത്ത് ആ ആത്മീയ സദസ്സിൽ കുഴപ്പമുണ്ടാക്കുക. ഇതാണോ നവോത്ഥാനം? ഇതല്ലേ നിങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാനം? കുടുംബത്തിൽ കുഴപ്പം, കല്യാണമാകുന്ന സന്തോഷ വീട്ടിൽ കുഴപ്പം. ഇനിയോ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജുമുഅയിൽ ഒരു നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടിയ പള്ളിക്കകത്ത് കുഴപ്പം. വഹാബിയുടെ നവോത്ഥാനം നമ്മൾ മനസ്സിലാക്കണം. പോരാ. രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആത്മീയ സദസ്സുകൾ. ആ ആത്മീയ സദസ്സുകളെ ഏറ്റവും കൂടുതൽ പരിഹസിച്ച്, അതിനെ നിന്ദിച്ച്, കണാരനും കുമാരനും അടക്കമുള്ള മറ്റു മതക്കാർക്കിടയിൽ ഇസ്ലാമിന്റെ എല്ലാ ആദരണീയമായ സംഗതികളും ഏറ്റവും ആദരിക്കപ്പെടുന്നതിന് സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിച്ചതല്ലേ നിങ്ങൾ കാണിച്ച നവോത്ഥാനം? ഇസ്ലാമിക ദഅവാ പ്രവർത്തനം എന്ന പേരിൽ മൗദൂദികൾ നടുറോട്ടിൽ നടത്തിക്കൊടുക്കുന്ന നാടകങ്ങൾ. എന്താണ് ആ നാടകത്തിൽ നടക്കുന്നത്? ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ആത്മീയത കച്ചവടമല്ല എന്ന പേരിൽ മൗദൂദികൾ നടത്തിക്കൊണ്ട നാടകങ്ങൾ. ഈ ചെങ്ങരംകുളം അങ്ങാടിയിൽ മഗ്‌രിബ് നിസ്കാരാനന്തരം എല്ലാ ജാതി മതക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. അവരൊക്കെയുള്ള അങ്ങാടിയിൽ അതാ മൗദൂദീസത്തിന്റെ ഒരു ദീനി ദഅവത്തിന്റെ സദസ്സ്. എന്താണ് അവിടെ നടക്കുന്നത്? നാടൻ നാടകം. എന്താണ് ആ നാടകത്തിൽ? ആ നാടകത്തിൽ അതാ ആത്മീയതയെ പരിഹസിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ആ നാടകത്തിലുള്ള ഒരു നീളക്കുപ്പായമുള്ള വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് നല്ല തലപ്പാവ്, നല്ല താടി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തസ്ബീഹമാല. ആ തസ്ബീഹമാല പിടിച്ചുകൊണ്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ചുറ്റുഭാഗത്തൊക്കെ കുറച്ച് ആളുകൾ നിന്നുകൊണ്ട് അയാൾ ചൊല്ലുന്നതിനനുസരിച്ച് ആരാണിത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കേരളത്തിൽ മുസ്ലിംകളെ
ആത്മീയമായും മറ്റു പല രീതിയിലും വളരെ കൂടുതൽ നയിച്ച, കേരളത്തിന് എതിർപ്പില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ, അഹ്ലു ബൈത്തിലെ കാരണവരായി അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബാഫക്കി തങ്ങൾ അവരുകളെയാണ് ഈ പരിഹസിച്ചിരിക്കുന്നത് എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ, ആരായിരുന്നു ഇവിടെ സ്ഥിരമായി ഒരു വലിയ മനുഷ്യൻ, നല്ല തൊപ്പി, നല്ല തലപ്പാവ്, നല്ല നീളക്കുപ്പായം, 24 മണിക്കൂറും ഇങ്ങനെ ഒരു വേഷവിധാനത്തിൽ കണ്ട ആൾ ആരാണെന്ന് പഴമക്കാർ പറയട്ടെ? ആരാണത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാപ്പക്കി തങ്ങളെ നടു റോട്ടിൽ ആത്മീയത കച്ചവടമല്ലെന്ന പേരിൽ ഇവിടെ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ, മുസ്ലിം ഹൃദയങ്ങളിൽ ആദരണീയമായി നിലനിൽക്കുന്ന സയ്യിദന്മാരും ആദരണീയമായി നിലനിൽക്കുന്ന ദിക്റിന്റെ മജ്ലിസുകളും ആത്മീയ സദസ്സുകളും എന്ന് വേണ്ട, അത് നടത്തുന്ന പള്ളികളും അടക്കമുള്ള അവിടെയെല്ലാം കുഴപ്പങ്ങളും പരിഹാസങ്ങളും നടത്തുമ്പോൾ ഇതാണോ നവോത്ഥാനം? ഇതാണോ നവോത്ഥാനം? മാത്രമല്ല, ആ ആത്മീയ ഗുരുക്കളായ ആളുകളുടെ പേരിൽ രാജ്യത്ത് നടന്നിരുന്ന വളരെ മഹത്വമുള്ള ഒരു സഭയുണ്ടായിരുന്നു. അതെന്താണ്? വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ബദരീങ്ങളുടെ ദിനം, അതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ദിനം, റിഫായി ശൈഖ് തങ്ങളുടെ ദിനം, ഇതുപോലെ തുടങ്ങിയ ആത്മീയ ദിനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച വളരെ പുണ്യദിനങ്ങൾ, മിഅ്റാജ് ദിനം, ബറാഅത്ത് ദിനം, ലൈലത്തുൽ ഖദറിന്റെ ദിനം, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അള്ളാഹുവിന്റെ വിശേഷ ദിവസങ്ങളെ കൊണ്ട് ജനങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഉത്ബോധിപ്പിച്ചു. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരുമൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇസ്ലാമിക മഹല്ല്, ആ മഹല്ലത്തിൽ വർഷത്തിൽ ഒരു 3 തവണയെങ്കിലും ഒരു റബീഉൽ അവ്വൽ നേർച്ച, ഒരു ബദരീങ്ങളുടെ നേർച്ച, ഒരു മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ നേർച്ച, ഇങ്ങനെ 2-3 നടക്കും. ഏറ്റവും ചുരുങ്ങിയത് അത് ഒരു മതസൗഹാർദ്ദത്തിന്റെ വേദിയായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ വേദിയായിരുന്നു അത്. എന്റെ അവിടെ നടക്കുന്ന നേർച്ചക്ക് അവിടെ മുസ്ലിമും അല്ലാത്തവരും വ്യത്യാസമില്ലാതെ എല്ലാ വീട്ടിലുമുള്ള മാങ്ങ, തേങ്ങ, ചെരങ്ങ, മുരിങ്ങ തുടങ്ങി എല്ലാ സാധനങ്ങളും ഓരോ വീട്ടുകാരും സംഭാവന ചെയ്തു. അതിൽ കണാരനുമുണ്ട്, കുട്ടിക്കാരിയുണ്ട്, അതിൽ ചക്കിയുമുണ്ട്, സാവിത്രിയുമുണ്ട്. എല്ലാവരും കൊടുക്കും ഭക്ഷണ സാധനങ്ങൾ. അതാ ഒരു വലിയ ചെമ്പിൽ ഭക്ഷണം പാകം ചെയ്തു. അവിടുത്തെ ഉസ്താദുമാർ ചേർന്നു, നാട്ടിലുള്ള ആലിമീങ്ങൾ ചേർന്നു, നാട്ടുകാരൊക്കെ വന്നു. അവര് അൽ ഫാത്തിഹ, എല്ലാവരും ഖുർആൻ ഓതി. ആ ബദരീങ്ങളുടെ പേരിൽ എല്ലാവരും മൗലിദ് ഓതി. എന്നിട്ടോ ആ നല്ല ആത്മീയമായി നിറഞ്ഞ സഭയാക്കിയിട്ട് അവരെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ ഞങ്ങളുടെ ഈമാൻ, അള്ളാഹുവേ ഞങ്ങളുടെ നാട് അപകടങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന്, മുസീബത്തിൽ നിന്ന്, അങ്ങനെ ഓരോന്നിനും എല്ലാവർക്കും ഈ നാട്ടിന്റെ കൃഷി, ഈ നാട്ടിന്റെ വെള്ളം, ഈ നാട്ടിന്റെ എല്ലാം അതിന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കണാരനും കുമാരനും അടക്കമുള്ളവർ എല്ലാവർക്കും മുസ്ലിമീങ്ങളോട് സ്നേഹം വർദ്ധിക്കുന്നു, സൗഹാർദ്ദം വർദ്ധിക്കുന്നു. അന്ന് ഒരു മുസ്ലിമിനെയും മറ്റൊരു കാഫിര്യങ്ങളിൽപ്പെട്ട ഒരമുസ്ലിമും എതിർക്കുന്നില്ല, ഒരാൾക്കും ആക്ഷേപമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഹാബി വന്നു, മതസൗഹാർദ്ദം തകർത്തു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? നോക്കണം, ഈ നേർച്ചകളെയും ആ നേർച്ച ആരുടെ പേരിൽ നടക്കുന്നോ അവരെയും ഒരുമിച്ച് വഹാബി മറ്റെല്ലാ മതക്കാരുമുള്ള സഭയിൽ അവഹേളിച്ചു. നേർച്ചകൾ പാടില്ല, മൗലിദുകൾ പാടില്ല, അങ്ങനെ ഒരു ബദരീങ്ങളില്ല, അങ്ങനെ ഒരു മുഹീദ്ദീൻ ശൈഖില്ലെന്ന് മാത്രമല്ല, അത് മുഹീദ്ദീനല്ല, മുഹീദ്ദീൻ ശാപ്പാട്ടുരാമനാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത അതല്ലേ വഹാബി നവോത്ഥാനം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ എല്ലാ വിഭാഗം മതക്കാരും ഒരുമിച്ചുകൂടി വല്ലാത്തൊരു മതസൗഹാർദ്ദം എല്ലാ മഹല്ലത്തിലും നിലനിന്നിരുന്നു. ഈ മതസൗഹാർദ്ദം കലക്കുന്നതിൽ വഹാബി നവോത്ഥാനത്തിന്റെ പങ്ക് ചെറുതല്ല. മാപ്പർഹിക്കാത്ത തെറ്റ് വഹാബി ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നടക്കുന്ന ഈ ആത്മീയ സദസ്സുകൾ കലക്കുക വഴി, മഹാന്മാരുടെ മഹബത്തും ആദരവും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രസംഗിക്കുക വഴി മറ്റു മതക്കാർക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാത്രമല്ല മൗദൂദിക്കാരൻ അത് എന്ത് ചെയ്തു? മൗദൂദിയുടെ ആത്മീയത കച്ചവടമല്ല, ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നാടകം കളിച്ചപ്പോൾ ആ നാടകത്തിൽ അഭിനയിക്കാൻ ആരൊക്കെ ഉണ്ട്? ബാപ്പക്ക് തങ്ങൾ ഒരു ഭാഗത്ത്, അപ്പുറത്തെ അമ്പലത്തിലെ തന്ത്രി, അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിയിലെ പൂജാരി, ഇവരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് നടു റോട്ടിൽ മുസ്ലിംകളെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഉള്ള ഈ നവോത്ഥാനം, ഇതാണോ നിങ്ങൾ ദീനിയായ നവോത്ഥാനം എന്ന് പഠിപ്പിക്കുന്നത്?
പോരാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിരവധി ചരിത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിംകളെ മറ്റുള്ള ആളുകൾ ആദരവോടുകൂടെ കണ്ടിരുന്ന സമയത്ത് മുസ്ലിംകളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ രൂപത്തിലാണ് ഇവരുടെ മതപ്രബോധനങ്ങൾ നടന്നത്. ഇത് ഞാൻ ഓരോന്നും എണ്ണി ഓർമ്മപ്പെടുത്തുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര വലിയ പോക്കിരിയാണെങ്കിലും ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ ആരുടെയും ഒരു മനസ്സലിയും. അതൊരു സ്വാഭാവികമായ അവസ്ഥയാണ്. കാരണം നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്കും മരിച്ചു പോകേണ്ടതുണ്ടല്ലോ. മരിച്ചു എന്ന് കേൾക്കുമ്പോൾ, മരണ വാർത്ത കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിനൊരു ഒരു പ്രയാസം തോന്നും. വഹാബിക്ക് മരണ വീട്ടിൽ അടിപിടി ഉണ്ടാക്കുന്നത് ഒന്നുകൂടി വലിയ ഉത്സാഹം. നോക്കണം നിങ്ങൾ, സർവ മരണ വീടുകളിലും കുഴപ്പം സൃഷ്ടിച്ചത് ആരാണ്? നോക്കണം നിങ്ങൾ. ഒരു കുടുംബത്തിലെ പഴയ തറവാട്ടിലെ പഴയ ആചാര്യക്കാരന്റെ പേര്, അയാള് മരണത്തോടടുത്തു. സുബ്ഹാനല്ലാഹ്, ശ്വാസം ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ശ്വാസം തിങ്ങിയ മനുഷ്യൻ അദ്ദേഹം ബേജാറിൽ നിൽക്കുമ്പോൾ അയാളെ സഹായിക്കാൻ ആർക്ക് കഴിയും? അയാൾ ആത്മാവിന് ആര് കാവൽ നിൽക്കും? അയാളെ ശരീരത്തെ ആർക്ക് കാക്കാൻ കഴിയും? അല്ലാഹ്, പടച്ച റബ്ബിനല്ലാതെ കഴിയില്ല. ഞാൻ സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സഹായിക്കുന്നതിന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് സക്കറാത്തിന്റെ സമയത്താണ്. ആ സമയത്താണ് ഇബ്ലീസ് ഷഹാദത്തി കലിമയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്നതിന് വേണ്ടി ഇബ്ലീസിന്റെ സ്വാധീനമുള്ള സമയം. അതുകൊണ്ട് ഇഖ്റഊ മൗതാക്കും സൂറത്ത് യാസീൻ, ഇബ്ലീസിനെ ആട്ടി ഓടിച്ച് മരിക്കുന്ന ആൾക്ക് കലിമ ചൊല്ലാൻ സൗകര്യം ചെയ്യാൻ നിങ്ങൾ മരണം ആസന്നമായ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണം കേട്ടോ. മരണമാസന്നമായ മനുഷ്യൻ ആ വെപ്രാളത്തിലാണ്. അവിടെയാണ് ഇബ്ലീസ് രക്തധമനിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച് കലിമ ചൊല്ലാൻ തടസ്സം നിൽക്കുന്നത്. ആ കലിമ ചൊല്ലാൻ തടസ്സം നിൽക്കുന്ന ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ നിങ്ങൾ യാസീൻ ഓതണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ യാസീൻ ബാപ്പക്ക് തങ്ങൾ ഓതി, പാണക്കാട് തങ്ങൾ ഓതി, ആ യാസീൻ ഇ.കെ. ഉസ്താദ് ഓതി, എ.പി. ഉസ്താദ് ഓതിക്കൊണ്ടിരിക്കുന്നു. ആ യാസീൻ മമ്പറം തങ്ങൾ ഓതി, ഉമർഖാലി തങ്ങൾ ഓതി. ആരാണത് ഓതാത്തത്? ലോകം മുഴുവനും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മാത്രമല്ല ഇന്നും ലോകത്ത് നിങ്ങൾ പരിശോധിച്ചോ, മരണവുമായി ബന്ധപ്പെട്ട് ഖുർആനോത്ത് നടക്കാത്ത ഒരു രാജ്യം ആകാശത്തിന്റെ ചുവട്ടിൽ എവിടെയും നടക്കുന്നില്ല. സൗദി രാജാവ് ഫഹദ് രാജാവിന്റെ മരണ വാർത്ത അവിടുത്തെ ടെലിവിഷനുകളും റേഡിയോകളും വാർത്താ ഉപാധികളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്ത ഉടനെ റേഡിയോ നിലയത്തിൽ, ടെലിവിഷൻ നിലയങ്ങളിൽ, അതിന്റെ മറ്റെല്ലാ വാർത്താ ഉപാധികളിലും എല്ലാം നിർത്തിവെച്ചു. പിന്നെ ഖുർആൻ പാരായണം. സൗദിയിൽ മൊത്തം ഖുർആൻ പാരായണം. പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈയിടെ ബഹ്റൈൻ രാജാവിന്റെ മകൻ ഒരു ബോട്ട് ആക്സിഡന്റിൽ, ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടു. വാർത്ത പത്രത്തിൽ വന്നു, വാർത്ത ടെലിവിഷനും റേഡിയോ ഒക്കെ വായിച്ചു. പിന്നെ 3 ദിവസത്തെ ഖുർആൻ പാരായണം. എന്തിനേറെ പറയണം, UAE-യുടെ ഷെയ്ഖ്, മാത്രമല്ല അറബ് രാഷ്ട്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് അവർകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷകരമായി കൊടുക്കുമാറാവട്ടെ. ഷെയ്ഖ് സായിദ് അവർകൾ വഫാത്തായി. ആ വഫാത്ത് പരിശുദ്ധ റമളാൻ ശരീഫ് 22-ന് ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോൾ ആ വാർത്ത തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന ആളുകൾ കേൾക്കുകയാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ ആ വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാർത്ത വായിച്ചു, ഷെയ്ഖ് സായിദിന്റെ വഫാത്ത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറം നന്നായി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ സദസ്സിനെ ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ നിർത്തും. ഇരിക്കുക എല്ലാവരും. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പാരായണം എന്ന സംഗതി നടക്കാത്ത ഒരു രാജ്യവും ദുനിയാവിലില്ല. മാത്രമല്ല മരണവാർത്ത കേൾക്കുന്നത് തന്നെ ഖുർആനോടുകൂടെ അല്ലേ? ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത് തന്നെ എങ്ങനെയാണ്? ആ വാർത്ത സ്വീകരിക്കുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഖുർആനോടുകൂടെയാണ്. മാത്രമല്ല ഇനി ആ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഖുർആൻ തന്നെ. എത്രത്തോളം? മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച്
കബറിൽ താഴ്ത്തിക്കളഞ്ഞാൽ ആദ്യമായി ആ മയ്യത്ത് മൂടുന്നതിന് വേണ്ടി മണ്ണ് വാരിടുന്ന സമയത്ത് ഖുർആൻ മന്ത്രിച്ചുകൊണ്ട് ആ മണ്ണിടേണ്ടത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലിപ്പ മരിക്കാൻ കിടക്കുന്നു, കുടുംബങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. അവരൊരുമിച്ച് ആ വല്ലിപ്പയുടെ അടുത്ത് വെച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി യാസീൻ അങ്ങ് ഓത്ത് തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇബ്ലീസ് മാറി നിന്നു. ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ ഇബ്ലീസ് മാറി നിന്നു. മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്നു. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദം. മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഖുർആൻ ഓത്ത് കേട്ടിട്ട് അള്ളാഹു സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനെ, മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ, റൂഹിനെ പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം വരുന്നത്. അപ്പൊ അസ്റായീൽ അലൈഹിസ്സലാം നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഖുർആൻ നിറഞ്ഞ്. അപ്പോഴോ മരിക്കാൻ കിടക്കുന്ന അയാളുടെ കൽബിൽ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു നല്ല സദസ്സ് മുഅ്മിനുകളെ! ആ റൂഹ് ഖുർആനിൽ പൊതിഞ്ഞുകൊണ്ട് അങ്ങ് കൊടുക്കലല്ലേ നമുക്ക് ആവശ്യം. അവിടെ ഓതുന്ന 100 ആളുകൾ ഓതുകയാണ്. ഫാത്തിഹ 7 ആയത്ത്, യാസീൻ 83, ഖുൽഹുവല്ലാഹു 5, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 6, 5, 11, 100 ആയത്തുകൾ. അവിടെ കൂടിയ 100 ആളുകൾ ഓതുമ്പോൾ ആയിരക്കണക്കായ ഖുർആൻ ആയത്തുകളിൽ പൊതിഞ്ഞുകൊണ്ട് വല്ലിപ്പയുടെ റൂഹിന് യാത്രയപ്പ് നൽകുകയാണ്. ഈ രംഗം പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോക മുസ്ലിംകൾ ഏത് രാജ്യത്ത് പോയാലും കാണുന്നതാണെങ്കിൽ കേരളത്തിലെ വഹാബി തട്ടിയെടുത്തിരിക്കുന്ന കുഞ്ഞുമൂസയുണ്ടല്ലോ, നേരത്തെ വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ യാസീൻ ഒരു പകുതിയിൽ, അപ്പോഴാണ് കുഞ്ഞുമൂസ കയറി ഇവിടെ ഓതാൻ പാടില്ല, ഇവിടെ യാസീൻ ഓതാൻ പാടില്ല, മരിക്കുന്നോടത്ത് ഓതാൻ പാടില്ല. ഓതും ഓതൂല, ഓദിക്കും ഓദിക്കൂല, തർക്കം കുലുമാല്. പോയ ഇബ്ലീസ് ഓടി വന്ന് വാപ്പാന്റെ ചങ്കില്. തർക്കം തീർന്നപ്പോഴേക്ക് വാപ്പ മരണപ്പെട്ടിരിക്കുന്നു. ഈമാൻ കിട്ടി മരിക്കുന്നിടത്ത് മുഅ്മിനീങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നതാണോ നവോത്ഥാനം? വഹാബിസം ഈമാൻ കിട്ടി മരിക്കുന്നിടത്ത് നമുക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗമാണ്. ഓരോ കാരണവന്മാരും ഓരോ ചെറുപ്പക്കാരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇനി ഞാൻ വഹാബി ഇബ്ലീസ് ആകുന്നത് ഞാൻ നിങ്ങൾക്ക് നേരിൽ കാണിച്ചു തരാം. ഇപ്പൊ മരണം കഴിഞ്ഞു. മരിച്ച മയ്യത്തിനടുക്ക് ആളുകളൊക്കെ കുളിപ്പിക്കാനും മറ്റൊക്കെ ഒരുമിച്ച് കൂടി കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ 1000 ആളുകളെങ്കിലും അവിടെ മരണവാർത്ത കേട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോ ഒരു പ്രായമുള്ള ആള്, അയാള് വാതിൽ തുറന്ന് മെല്ലെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഫൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ അങ്ങനെ അങ്ങിങ്ങി അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നിൽക്കാണ്. അപ്പോ ഇതങ്ങ് കേൾക്കേണ്ട താമസം സദസ്സിൽ ഒരു 90 വയസ്സായ ഒരാൾ, അയാൾ ബാപ്പക്ക് തങ്ങളെയും പാണക്കാട് തങ്ങൾ ഈ കെ ഉസ്താദിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും ഏത്തി ഉസ്താദിനെയും ഒക്കെ കണ്ട് അനുഭവിച്ചു പോകുന്ന ഒരുപാട് മരണ സദസ്സിൽ കൂടിയ മനുഷ്യനാണ്. അയാൾ ഈ കഫൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് അയാൾ അങ്ങ് പറഞ്ഞു അൽ ഫാത്തിഹ. ഈ ഫാത്തിഹ അവിടെ കൂടിയ 1000 ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അപ്പുറത്തുപ്പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് അടുത്തേക്ക് വന്നു. എല്ലാവരും അടുത്തേക്ക് വന്ന് ഫാത്തിഹയിൽ അങ്ങ് കൂടാൻ നോക്കുമ്പോ ഒരു 8 സ്റ്റൂളും വന്ന് ഇബ്ലീസ് ഇങ്ങനെ പോണത് റഅയ്തുഹു ബിഐനയ്യ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ ഓതുമ്പോ പറഞ്ഞാൽ ഇബ്ലീസ് അവിടുന്ന് പോകുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ ഈ സദസ്സിന് അതുവരെ മനോരമ വായിച്ചും മറ്റേ വായിച്ചും മറ്റൊക്കെ വായിച്ചിരുന്ന ആൾക്കാർ ഖുർആനാണ് തുടങ്ങിയപ്പോ ഇബ്ലീസ് ഇങ്ങനെ പോയി. ഓരാണ് പോകേണ്ട താമസം ആ സ്റ്റൂളുമലൊക്കെ മുഅ്മിനീങ്ങൾ നിറഞ്ഞു, മലായിക്കത്ത് സഭ നിറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 1000 ആളുകൾ അവിടെ കൂടി ഓരോരുത്തരും 100 ആയത്ത് ഓതിയാൽ ആയത്ത് 10,000. ഓരോന്നിനും അല്ലാഹു തആല 10 വർദ്ധിപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഖുർആനായത്തിൽ പൊതിഞ്ഞിട്ട് വല്ലിപ്പാന്റെ ജനാസ വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊണ്ടുപോകുന്നിടത്ത് തടസ്സം നിൽക്കുക എന്ന കുഫിയത്ത് എന്ന ഈ നവോത്ഥാനമാണ് വഹാബിസം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വഹാബിസം ഉണ്ടാക്കിയ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജ്യത്ത് ഇവർ ചെയ്തത്? മാത്രമല്ല, ആ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് വഹാബിയായ മകൻ മൗദൂദിയായ മരുമകൻ അവർ തമ്മിൽ കുഴപ്പമുണ്ടാക്കി. ആ മരണ വീട്ടിൽ കയ്യാങ്കളിയായി
മറ്റു മതക്കാരും മറ്റു ജാതിക്കാരും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സ്. സദസ്സ് ഇങ്ങനെ നോക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, എന്ത് മാപ്പിളാരാണ് ഇവര്, വല്ലിപ്പ മരിക്കാൻ വേണ്ടി കിടക്കുക. ഇപ്പൊ നോക്കുമ്പോൾ മരണ വീട്ടിലും കയ്യാങ്കളിയാണ്, അടിപിടിയാണ്. ആ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്നത് ലയനത്താക്കപ്പെട്ട രൂപത്തിലാക്കി മാറ്റിയ സദസ്സുണ്ടാക്കിയത് വഹാബിസമല്ലേ, മൗദൂദീസമല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചെറിയ കാര്യമാണോ? പോരാ. ആ മയ്യത്ത് പള്ളിയിലെത്തിയാൽ അതുവരെ കുത്തുബിയത്ത് ചൊല്ലിയ വാപ്പ, അതുവരെ മൗലിദ് ഓതിയ വാപ്പ, ആ വാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാൻ മയ്യത്ത് നിസ്കാരം പഠിച്ച, മയ്യത്ത് നിസ്കാരത്തിന് മസലകൾ അറിഞ്ഞ, മയ്യത്ത് നിസ്കാരത്തെ വിശദമായി മനസ്സിലാക്കിയ, എല്ലാം പഠിപ്പിക്കുന്ന ഉസ്താദുമാരടക്കമുള്ളവർ അവിടെ ഉണ്ട്. അപ്പൊ ഈ വഹാബിയായ മകനുണ്ടല്ലോ കുഞ്ഞുമൂസ, മോന് വാപ്പാക്ക് നിസ്കരിച്ചായിട്ട്, എടോ ഇതുവരെ വാപ്പ കുഫിരിയത്തിലാണ്, ഷിർക്കിലാണ് എന്ന് പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് വാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കുന്നത്? നിന്റെ ഭാഷയിൽ നീ മുവഹിദ്, വാപ്പ മുശിരിക്ക്, മുശിരിക്കിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? വഹാബിസത്തോട് നിങ്ങൾ പീഡിയക്കൊലയിൽ ചോദിക്കണം, മുശിരിക്കിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? വഹാബിയായ മകൻ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുന്നത് എങ്ങനെ? മുശിരിക്കിന്റെ മേൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇനി മരിച്ച ആൾക്ക് ഖുർആൻ ഓതാൻ പറ്റില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ പറ്റുമോ? മരിച്ച ആൾക്ക് ദിക്ർ പാടില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ ദിക്ർ എന്ന സ്വലാത്ത് പറ്റുമോ? മരിച്ച ആൾക്ക് ദുആ പാടില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ ദുആ പറ്റുമോ? മരിച്ച ആൾക്കും നമുക്കും ഒരുമിച്ചുള്ള ദുആയാണ് നാലാമത്തെ തക്ബീറിന് ശേഷം, അത് നടത്താൻ പറ്റുമോ? അതിന് ഇവർക്ക് വല്ല മതവും വേണ്ടേ? നിക്കാഹ് ചെയ്യുന്ന സമയത്ത് സുന്നി തറവാട്ടിലെ പെൺകുട്ടിയെ അന്വേഷിച്ചു, സുന്നി തറവാട്ടിലെ പെൺകുട്ടിയെ അന്വേഷിച്ച് നിക്കാഹ് ചെയ്തു. ആരാ നിക്കാഹ് ചെയ്യുന്നത്? മുശ്രിക്കത്തായ പെണ്ണിനെ മുവഹിദായ ചെറുപ്പക്കാർ. എടോ, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താ പേര് വിളിക്കേണ്ടത്? മുസ്ലിമായ പുരുഷനും മുശ്രിക്കായ പെണ്ണും ഇതിൽ ജനിക്കുന്ന കുട്ടികൾ എന്തായിരിക്കും? ഇതാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളുടെ നവോത്ഥാനം ഇസ്ലാമിക ഗ്രഹാന്തരീക്ഷത്തിൽ ജാരസന്തതികളടക്കം സൃഷ്ടിക്കുന്ന നവോത്ഥാനമാണ് വഹാബിസം നടത്തിയത്. ഈ വഹാബിസത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറച്ചൊക്കെ അതിലും കുറച്ചൊക്കെ ഇതിലും ശരിയുണ്ട് എന്നല്ല, ഇത് ക്ലോസറ്റിലും പ്ലേറ്റിലും വിളമ്പി വെച്ച ചോറിന്റെ ബാക്കിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ അത് നല്ല കഴുകി ശുദ്ധിയാക്കിയ പ്ലേറ്റിൽ വിളമ്പിയ നെയ്ച്ചോറാണ്. വഹാബിസം അത് ക്ലോസറ്റിൽ വിളമ്പി വെച്ചിരിക്കുന്നതാണ്. മാത്രമല്ല, രാജ്യദ്രോഹ കുറ്റം ചെയ്തു ഈ വിഭാഗം, രാജ്യദ്രോഹ കുറ്റം ചെയ്തു. രാജ്യത്ത് മരണപ്പെട്ട് കിടക്കുന്ന എത്രയോ മഹാന്മാരായ ആളുകൾ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ആത്മീയ ഗുരുക്കൾ, മക്ബറകളിലൊക്കെ ധാരാളം മഹാന്മാർ. വഹാബിസത്തിന്റെ നവോത്ഥാനം എന്ന പേരിൽ അവർ മക്ബറകൾ തല്ലിപ്പൊളിച്ചു, പൊളിച്ച് അവരുടെ വീരവാദം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കയ്യിലെങ്ങാനും സൗദിയുടെ ഭരണം ലഭിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ മദീനത്തെ കുബ്ബ പൊളിക്കുമെന്ന് വഹാബി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്ത് കുഴപ്പത്തിനും കലഹത്തിനും ചുക്കാൻ പിടിക്കുന്ന, രാജ്യത്ത് മുഴുവനും കലഹം സൃഷ്ടിക്കുന്ന നവോത്ഥാനം ഇതല്ലേ വഹാബികൾ ചെയ്തു വന്നത്? എത്ര മക്ബറകൾ പൊളിച്ചതിന് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. മാത്രമല്ല, ലോക മുസ്ലിങ്ങളെ മുഴുവനും കാഫിറാക്കി. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഏതെല്ലാം വലിയ മഹാന്മാരായ ആളുകൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യാത്ത ഒരു സ്വഹാബിയും, അള്ളാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാത്ത ഒരു വലിയും ഒരു പണ്ഡിതനും ഒരു സയ്യിദും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അവരൊക്കെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോഴേക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുശ്രിക്കുകളാണ് എന്ന വാദം കൊണ്ടുവന്നപ്പോൾ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവർ കാഫിറാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, പൗരോഹിത്യം മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അത് വഹാബിസമാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വഹാബി നവോത്ഥാനത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നവോത്ഥാനം എന്ന പേരിൽ ഈ സമൂഹത്തിന്റെ അകത്തളങ്ങളിൽ നിലനിന്നിരുന്ന ആത്മീയ അന്തരീക്ഷം, ഈ സമൂഹത്തിന്റെ കുടുംബ സാഹചര്യത്തിൽ നിലനിന്നിരുന്ന ഐക്യം, രക്തബന്ധത്തിന്റെ, വിവാഹബന്ധത്തിന്റെ, അയൽവക്ക ബന്ധത്തിന്റെ എല്ലാ ഐക്യം, ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഐക്യം, ഇതൊക്കെ തകർത്തുകൊണ്ട് മുസ്ലിങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന വിഭാഗം അതാണ് വഹാബിസം.
മുസ്ലിങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന വിഭാഗം അവരാണ് വഹാബിസം. മറ്റു മതക്കാർക്കിടയിൽ നമ്മുടെ പുണ്യമാത്മാക്കളെയും നമ്മുടെ പുണ്യ കേന്ദ്രങ്ങളെയും നമ്മുടെ പുണ്യ സദസ്സുകളെയും പരിഹസിച്ച് മറ്റു മതങ്ങൾക്കിടയിൽ നമ്മെ ഒറ്റിക്കൊടുത്തിരിക്കുന്ന വിഭാഗമാണ് വഹാബിസം. ഈ വഹാബിസത്തെ ആശയപരമായി ആദർശപരമായി നേരിടുന്നതിന് വേണ്ടിയാണ് വിശ്വാസം, വിമോചനം, മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി കേരള സംസ്ഥാനത്തിലുടനീളം സുന്നി വചന സംഘത്തിന്റെ നേതൃത്വം സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശധീരതയുള്ള പ്രവർത്തകരെ, ഈ സമ്മേളനം ഇതൊരു പ്രചരണ സമ്മേളനം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജില്ലാ സമ്മേളനം, മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിലെ ഉമർ ഖാലി നഗറിൽ വെച്ച് ഏപ്രിൽ 18, 19, 20 തീയതികളിൽ നടക്കുമ്പോൾ നമ്മുടെ സമ്മേളനത്തിന്റെ സകാത്തിന് നിങ്ങളെ സമ്മേളനം മതിയാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, 2.5% വരുന്ന വഹാബികൾ ഈ രാജ്യത്ത് ധാരാളം പണച്ചാക്കുകളും കൊഴുപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് സമൂഹത്തെ ധാരാളമായി തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അഹ്ലുസുന്ന വൽ ജമാഅ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക ആചാരങ്ങളും പുതിയ തലമുറക്ക് പകർത്തിയെടുക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങളെ മലീമസമാക്കിയിരിക്കുന്നു വഹാബി. ഇവിടെ ആയുധങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കീഴ്പ്പെടുത്താനോ ഇസ്ലാമിനെ വളർത്താനോ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. ചുരുക്കം ചില ചെറുപ്പക്കാരെങ്കിലും ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് ഇനി ആവശ്യം ആയുധ പരിശീലനമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അവരോടുകൂടെ 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരിക്കലും ആയുധ പരിശീലനം, ആയുധ ബലം അത് ഇസ്ലാമിനെ വളർത്താനും ഉപയോഗിക്കാൻ പറ്റില്ല, തളർത്താനില്ല. നോക്ക് നിങ്ങൾ, ആയുധങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഫറോവ ചക്രവർത്തി ആയുധത്തിന്റെ മാത്രം ആളാണ്. ഖുർആനത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിർഔൻ ലഅനത്തുല്ലാഹിലേക്ക് ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരൻ, നമ്രൂദിന് അവന്റെ ദുസ്വാധീനങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അബൂജഹൽ പ്രഭൃതികൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നും യൂറോപ്പ്, അമേരിക്കക്കാരനും യൂറോപ്പും ഒന്നിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ നാഗരികതയെ, ഇസ്ലാമിന്റെ ചരിത്ര പശ്ചാത്തലത്തെ, മുസ്ലിംകളെ, ഇസ്ലാമിക ചരിത്രങ്ങളെ, ചരിത്ര ഗവേഷണ ഫലങ്ങളെ എന്നു വേണ്ട ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ എല്ലാം നശിപ്പിക്കുകയാണ് ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ചെയ്തത്. 10 ലക്ഷം ആളുകളെ ഇറാഖിൽ കൊല ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ചോര പൈതലുകൾ ഉമ്മമാരുടെ ചുമലിൽ കിടന്നുകൊണ്ട് മരിച്ചു വീഴുന്നത് കരണ്ട് പിടിച്ച് ചാകുന്ന പല്ലികളെ പോലെ ഒരു തുള്ളി രക്തമില്ലാതെയാണ്. സാമ്പത്തിക ഉപരോധം വഴി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ സാമ്പത്തിക ഉപരോധമോ അതല്ലെങ്കിൽ ആയുധബലമോ അതൊന്നും ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല, ഒരു കാലഘട്ടത്തിലും സാധിച്ചിട്ടുമില്ല. ഇതിന് പകരമായി അവിവേകം കൊണ്ട് നേരിടുക എന്ന രീതിയിൽ മുസ്ലിം അകത്തളങ്ങളിൽ ഒരു ആയുധ പരിശീലനം ഉണ്ടായാൽ അതുകൊണ്ട് ഇസ്ലാമിന് ഒരു വിജയവും ഉണ്ടാക്കാൻ കഴിയില്ല. മറിച്ച് ചില ചെറുപ്പക്കാർ ഫലസ്തീനിലെയും കാശ്മീരിലെയും സംഭവങ്ങളെ ഊതി വീർപ്പിച്ച് അത് സീഡികൾ കാണിച്ച് പാതിരാവിന്റെ കൂരിരുട്ടിൽ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ രക്തം തിളപ്പിച്ച് നിർത്തിയിട്ട് നമുക്കും ഒരു പരിഹാരം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ആയുധമെടുക്കാനും ബോംബുണ്ടാക്കാനും പരിശീലിപ്പിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അവരോട് ഉണർത്താനുള്ളത്, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ഒരു യുദ്ധത്തിന്റെ മുഖത്തെത്തിയപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ഒരു സമയം വന്നാൽ കേരളത്തിൽ ഇന്നും സാദാത്യങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവര് മമ്പറും തങ്ങളുടെ പിൻഗാമികളാണ്. അവര് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ പിൻഗാമികളാണ്. ഇവിടെ പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവര് ഉമർ ഖാലി തങ്ങളുടെ പിൻഗാമികളാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു യുദ്ധമുഖത്തെത്തിയപ്പോൾ അവിടെ മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് ഇതാ നമുക്ക് സമയമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അത് ആലിമീങ്ങളും സാദാത്യങ്ങളുമാണ്. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ
ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിക്കാതെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ പോലുള്ള, ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ പോലുള്ള, ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാര് പറയും അക്കാര്യം നമുക്ക് സമയമായിരിക്കുന്നുവെന്ന്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും ഈ മേശപ്പുറത്ത് അടുത്തടുത്ത് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുകയില്ല. ഇതല്ല മതസൗഹാർദ്ദം. ജോസഫും കണാരനും അബൂബക്കറും ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കാൻ സാധിക്കുക, അതാണ് മതസൗഹാർദ്ദം. ആ മതസൗഹാർദ്ദം സൃഷ്ടിക്കുകയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചെയ്തത്. അതാണ് ബദരീങ്ങളെ പേരിൽ നടത്തിയ നേർച്ച സദസ്സിൽ കണാരനും കുമാരനും മുഹമ്മദും ഒരുമിച്ചിരുന്നു കൊണ്ട് രാജ്യത്ത് നിലനിർത്തിയ മതസൗഹാർദ്ദം. ഈ മതസൗഹാർദ്ദം തകർത്തത് വഹാബിയാണ്. വഹാബിസത്തിന്റെ മൗദൂദീസത്തിന്റെ സോളിഡാരിറ്റിയും മറ്റുള്ളവരും ചേർന്ന് ഞാൻ തീവ്രവാദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കും വേണ്ടേ എന്തെങ്കിലും എന്ന് ചെറുപ്പക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നിടത്ത് അങ്ങനെ വേണ്ടി വരുമ്പോൾ, അങ്ങനെ ഒരു പൊന്നാനിയിലെ പള്ളിയോ അതല്ലെങ്കിൽ ഒരു പള്ളിയോ പൊളിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം അക്രമികൾ വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു കൂട്ട വാങ്ങുണ്ട്. ആ വാങ്ക് അത് ഇസ്ലാമിന്റെ തക്ബീറാണ്. അത് ഉമ്മയുടെ മുലപ്പാലിന് മുമ്പ് നമുക്ക് കിട്ടിയതാണ് ആ തക്ബീർ. ആ തക്ബീർ കേട്ടുകൊണ്ട് മുസ്ലിം വീടുകളിൽ നിന്ന് തൗഹീദിന്റെ തഖ്വയുള്ള വിശ്വാസികൾ, അതിന് പ്രായപരിധിയില്ല, അവരൊരു വരവുണ്ട്. കുട്ടിയായാലും വലിയ ആളായാലും പ്രായമുള്ള ആളായാലും ഒക്കെ ആ തക്ബീർ കേട്ടിട്ടുള്ള ഒരു വരവുണ്ട്. ആ വരവിന് മുമ്പിൽ പീരങ്കി പ്രശ്നമല്ല, ബോംബ് പ്രശ്നമല്ല, തോക്ക് പ്രശ്നമല്ല, ആയുധങ്ങൾ പ്രശ്നമല്ല. മാത്രമല്ല ആ തക്ബീർ ധ്വനി കേട്ടിട്ട് വരുന്ന മുസൽമാന്റെ കയ്യിൽ വാള് വേണ്ട. അവർക്ക് തെങ്ങിന്റെ ഈർക്കിളിയാണ് കിട്ടിയതെങ്കിൽ അത് പാമ്പായി മാറും. അത് മുത്തക്കിങ്ങളുടെ അടയാളമാണ്. ബദറിലും മറ്റ് പല രംഗങ്ങളിലും നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഈത്തപ്പനയുടെ മട്ടൻ എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഊരിപ്പിടിച്ച പ്രകാശിക്കുന്ന വാളുകളെ നാമാവശേഷമാക്കിയ ചരിത്രം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുധ പരിശീലനത്തിനും ബോംബുണ്ടാക്കുന്നതിനും തീവ്രവാദത്തിനും ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പോകേണ്ടതില്ല. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവിടെ തക്ബീർ കേട്ടിട്ടുള്ള വരവുണ്ട്. ആ വരവിന് കളരിയല്ല, മൊയ്തീൻ തല്ല് എന്നതിന് പറയാം. പണ്ട് മൊയ്തീൻ തല്ലുണ്ടായോടത്ത് തല്ല് ജോറായി. പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടി. SIയും CO ഒക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആളുകൾ യാ ഷെയ്ഖ് മൊഹീദ്ദീൻ എന്നാണ് കേട്ടോ തല്ലുന്നത്. CI അപ്പൊ തന്നെ FIRൽ രേഖപ്പെടുത്തി. പ്രധാന കുഴപ്പമുണ്ടാക്കിയ മൊയ്തീൻ ഷെയ്ഖാണ്. ഇതുവരെ പ്രധാന പ്രതിനെ കിട്ടിയിട്ടില്ലല്ലോ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ തല്ലിന്റെ വളം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാളെ പുഴ കടക്കാനുണ്ടെന്ന് കരുതി ഇന്ന് തന്നെ വെള്ളത്തിലങ്ങ് ഇന്ന് തന്നെ തുണി കൊക്കി അടക്കേണ്ട കാര്യമില്ല. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്ത്യൻ സാഹചര്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ആയുധ പരിശീലനം ആവശ്യമായി വന്നാൽ 90 വയസ്സിലെത്തിയിരിക്കുന്ന താജുൽ ഉലമാ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ തങ്ങൾ ബുഖാരിയും മുസ്ലിമും തുഹഫയും അടക്കമുള്ള കിതാബുകൾ കാണാതെ ദർസ് നടത്തുന്ന പണ്ഡിത ശ്രേഷ്ഠർ, അഹ്ലു ബൈത്തിലെ തറവാട്ടിലെ കാരണവർ, അവര് പറയും നമ്മളോട്. മാത്രമല്ല, ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വഹാബിസവും മൗദൂദീസവും അവർക്ക് ഓശാന പാടി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് മഹല്ലുകളൊക്കെ ഞങ്ങളെ കയ്യിലാണ്, ഖുത്ബകളൊക്കെ ഞങ്ങളെ കയ്യിലാണ്, ഭൂരിപക്ഷം ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന വിഭാഗം ഈ രാജ്യത്ത് ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഡൽഹിയിലാണുള്ളത്. എന്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ആദർശം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റ ഉദാഹരണം പറയാം. ഇന്ത്യ ലോക മാപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് ചർച്ച വന്നാൽ, പാകിസ്ഥാനെ കുറിച്ച് ചർച്ച വന്നാൽ, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാന 2 രാഷ്ട്രങ്ങൾ, ഇന്ത്യ പഴക്കമുള്ള രാജ്യമാണ്. UNOയിൽ ലോക രാഷ്ട്രങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് പാകിസ്ഥാനെ കുറിച്ച് ചർച്ച വരുമ്പോൾ സർവിത ചർവണം നടത്തിയിരിക്കുന്ന വിഷയം കാശ്മീർ പ്രശ്നമാണ്. ഈ കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ, ഇന്ത്യ ഭരിച്ച പ്രസിഡന്റുമാർ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിമാർ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇന്ത്യ കണ്ട ചീഫ് ജസ്റ്റിസുമാർ വളരെ കൂടുതൽ ഉറക്ക ചിന്തിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ കണ്ടതുപോലെ ഒരു പരിഹാര മാർഗം കാണാൻ ഇന്ത്യ ചരിത്രത്തിൽ ഒരാൾക്ക് സാധിച്ചിട്ടില്ല.
ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദ് കാശ്മീർ തായ്വരയിലെ ജമ്മുവിലും മറ്റു പ്രദേശങ്ങളിലും AP ഉസ്താദ് പല പ്രാവശ്യം പര്യടനം നടത്തി. ഓരോ പ്രാവശ്യവും അവിടെ പര്യടനം നടത്തുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, അവരുടെ രക്തച്ചൊരിച്ചിലുകൾ, ജമ്മുവിലെ ഒരു പ്രദേശത്ത് AP ഉസ്താദ് എത്തിയപ്പോൾ അവിടെ 17 പ്രാവശ്യം കലാപം നടന്നിട്ടുണ്ട്. 17 പ്രാവശ്യം ഒരു പ്രദേശത്ത് കലാപം നടന്നാൽ ആ പ്രദേശത്തിന്റെ അവസ്ഥ ഓർത്തു നോക്കും സഹോദരങ്ങളെ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതാ സ്ത്രീകളും കുട്ടികളുമൊക്കെ വാവിട്ടി കരയുന്നു. ഭക്ഷണമില്ല അവർക്ക്, പോഷകാഹാരങ്ങളില്ല അവർക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കഷ്ടപ്പെട്ട ജനതയെ പല പ്രാവശ്യം AP ഉസ്താദ് കണ്ടപ്പോൾ കാശ്മീർ പ്രശ്നത്തിന് ഒരു നിവേദനം കൊടുത്തിട്ട് പരിഹാരമുണ്ടാവുകയില്ല. മറിച്ച് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ചിന്തിച്ചു, കാശ്മീരിൽ വർഷങ്ങളായി വളർന്നു വരുന്ന അവിടുത്തെ തലമുറ കണ്ട ഇന്ത്യ കാശ്മീരിലെ ഇന്ത്യയാണ്. അതേതാണ് ഇന്ത്യ? അത് കുഴപ്പത്തിന്റെ ഇന്ത്യ, ബോംബാക്രമണത്തിന്റെ ഇന്ത്യ, ബോംബ് സ്ഫോടനത്തിന്റെ ഇന്ത്യ, കുഴിബോംബുകളുടെ ഇന്ത്യ. ഇതാണ് അവർ കണ്ടിരിക്കുന്നതെങ്കിൽ ഇതല്ലാത്ത ഒരു ഇന്ത്യയുണ്ട്. കാശ്മീരിലെ മക്കൾ, അവിടെ പഠിച്ചു വളർന്ന മക്കൾ, അവർ കണ്ടതല്ലാത്ത ഒരു ഇന്ത്യയുണ്ട്. നെഹ്റുജി ഉയർത്തിപ്പിടിച്ച ഇന്ത്യ, മഹാത്മജി ഉയർത്തിപ്പിടിച്ച ഇന്ത്യ, ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിലൂടെ തയ്യാറാക്കിയ ഇന്ത്യ. ആ മതസൗഹാർദ്ദത്തിന്റെ ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ ഇന്ത്യ, അല്ലാഹു അക്ബറിന്റെ ഇന്ത്യ, ആ ഇന്ത്യ കാശ്മീരിലെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തീരുമാനിച്ചു. കാശ്മീരിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ 100 അനാഥ ബാലന്മാരെ ബഹുമാനപ്പെട്ടവർ ദത്തെടുക്കാൻ തീരുമാനിച്ചു. 100 അനാഥ ബാലന്മാരെ ദത്തെടുക്കാൻ തീരുമാനിച്ച വിവരം അന്നത്തെ കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സാർ അറിഞ്ഞപ്പോൾ അദ്ദേഹം AP ഉസ്താദിനെ വിളിച്ചു. അബുൽ ഐത്താം, അനാഥകളുടെ പിതാവായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ ഈ രാജ്യത്ത് എന്റെ കാശ്മീരിൽ നിന്ന് യതീമുകൾ മാത്രമല്ല, കലാപമുണ്ടായപ്പോൾ വാപ്പ മരിച്ചവരുണ്ട്. വാപ്പ കലാപത്തിൽ ഓടിപ്പോയി, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നറിയില്ല. വാപ്പ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ യതീമായ മക്കളുണ്ട്. ഈ വരീബീയങ്ങളായ മക്കളെ കൂടി നിങ്ങൾ കുറച്ചെടുക്കണം. 100 മക്കളെ എടുക്കണമെന്ന് മുഫ്തി മുഹമ്മദ് സയ്യിദ് സാർ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് ആവശ്യപ്പെട്ടു. ഇത് ഞാൻ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി ഈ കുട്ടികളെയും കൂടി എടുക്കണമെന്ന് പറഞ്ഞ് AP ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങോട്ട് നിൽക്കുകയാണ്. നമ്മളെ ചില ആൾക്കാരൊക്കെ എത്തിയും കുട്ടിയൊക്കെ ഗ്രാൻഡ് വേണമെന്നുണ്ട് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുമ്പോൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. അപ്പൊ ആ ഉണ്ടാകുന്നതിനെ പറ്റി ഇപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല. ഇങ്ങനെയുണ്ടല്ലോ, എത്തിയും കുട്ടിയൊക്കെ ഗ്രാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. അവർക്കും മുഖ്യമന്ത്രി ഇങ്ങോട്ട് ഈ കുട്ടികളെയും കൂടി എടുക്കണമെന്ന് പറഞ്ഞ പണ്ഡിതനും ഈ രണ്ട് നേതൃത്വവും തമ്മിൽ ഉണ്ടാകും. അപ്പോ AP ഉസ്താദിനോട് മുഖ്യമന്ത്രി പറഞ്ഞു 100 വരീബീങ്ങൾ എടുക്കണം. 200 ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ രേഖകളൊക്കെ ഒപ്പുവെച്ച് മർക്കസിലേക്ക് ഫാക്സ് അയച്ചു. AP ഉസ്താദ് അവിടെ നിന്ന് വണ്ടി കയറി കോഴിക്കോട് മർക്കസ് ഓഫീസിലെത്തിയപ്പോൾ വീണ്ടും ഫാക്സ്, കുട്ടികൾ 250 വരുന്നുണ്ട്. 250 കുട്ടികൾ. ആ 250 കുട്ടികൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വാർത്താ മീഡിയകൾ മുഴുവനും, എല്ലാ പത്രങ്ങളും, എല്ലാ ചാനലുകളും, എല്ലാവരും അത് പകർത്തി. കാശ്മീർ കുട്ടികൾ മർക്കസിലേക്കുള്ള വരവ്. അല്ലാഹ്, ഞാൻ എങ്ങനെയാണ് പണ്ഡിതരെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കാശ്മീരിലെ മക്കളെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ കോഴിക്കോടും മറ്റ് സ്ഥാപനങ്ങളിലും, കോഴിക്കോട് മർക്കസ് സക്കാഫത്ത് സുന്നിയയിലെ കേരവൃക്ഷത്തിന്റെ തണലിൽ അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ കണാരനും ജോസഫും മുഹമ്മദും ഒരുമിച്ചിരിക്കുന്ന മതസൗഹാർദ്ദം അവർക്ക് കാണാം. ഈ കാശ്മീർ അല്ലാത്തവർ ഇന്ത്യ, കേരളത്തിൽ, കോഴിക്കോടിൽ, മലപ്പുറത്ത്, ഇതുവരെ രാജ്യത്തിന്റെ പല ഭാഗത്ത് ആ കുട്ടികൾ കാശ്മീർ അല്ലാത്തവർ ഇന്ത്യ കാണട്ടെ. കാശ്മീർ അല്ലാത്തവർ ഇന്ത്യ അവർ അനുഭവിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന പറയുന്ന മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇന്ത്യ കാശ്മീരിന്റെ പുറത്തുണ്ടെന്ന് ഈ കുരുന്നു മക്കൾ മനസ്സിലാക്കട്ടെ. 10 വർഷം കൊണ്ട് 1000 യുവാക്കളെ കാശ്മീരിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് യുവത്വത്തിന്റെ പ്രതീകങ്ങളെ സമാധാനത്തിന്റെ ദൂതുമായി കാശ്മീരിലേക്ക് അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ കാശ്മീർ പ്രശ്നത്തിന് 1000കണക്കിന് യുവാക്കളെ മർക്കസിൽ വെച്ചുകൊണ്ട് മതസൗഹാർദ്ദവും അവര് കണ്ടതല്ലാത്ത ഒരു ഇന്ത്യ, ആ ഇന്ത്യ പഠിച്ചുകൊണ്ട് കാശ്മീർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ 1000കണക്കിന് യുവാക്കളെ പുതിയ തലമുറയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടോ, മർക്കസിലെ കാശ്മീരി ഹൗസ് 400 കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഇപ്പൊ
പ്രിയപ്പെട്ട സഹോദരന്മാര്, കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കാശ്മീർ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന്റെ ഈ പ്രാക്ടിക്കൽ തിയറി, ഈ പ്രാക്ടിക്കൽ ആശയം ഇത് പ്രധാനമന്ത്രി കണ്ടപ്പോൾ, ഇത് ഇന്ത്യയുടെ പ്രസിഡന്റ് കണ്ടപ്പോൾ, ഇത് ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ടവർ കണ്ടപ്പോൾ, ഷെയ്ഖ് അബൂബക്കറിന്റെ ഈ ആശയത്തെ അവരെല്ലാവരും അംഗീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാര്, എല്ലാവരും അംഗീകരിച്ചു. UAE ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന UAE അംബാസഡർ അദ്ദേഹം ഡൽഹിയിൽ AP ഉസ്താദ് ഈ പ്രശ്നം അവരുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ UAE അംബാസഡർ അതിന് 100% അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത് ഇന്ത്യൻ മണ്ണിൽ സാധിച്ച ഏക പണ്ഡിതൻ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. AP ഉസ്താദ് നയിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം തീവ്രവാദത്തിന്റേതല്ല, ആ പ്രസ്ഥാനം ആയുധ പരിശീലനത്തിന്റേതല്ല. സുന്നി യുവജന സംഘത്തിന് കേരളത്തിൽ സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റി, എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി, 1000 പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കമ്മിറ്റി, നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി എല്ലാ സ്ഥലത്തും മേഖലാ കമ്മിറ്റി, 10,000-ഓളം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്ന് ഈ വർഷം ഞങ്ങൾ മെമ്പർഷിപ്പ് നടത്തിയപ്പോൾ 2 ലക്ഷം ഔദ്യോഗിക മെമ്പർമാർ കേരളത്തിൽ സുന്നി യുവജന സംഘത്തിൻ്റെത് ഔദ്യോഗിക മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഈ മെമ്പർമാരിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകന് തീവ്രവാദത്തിന്റെ പേരിൽ അന്വേഷണത്തിലില്ല, ഏതെങ്കിലും ഒരു ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. സമാധാനത്തിന്റെ ദൂതുമായി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകന്മാർ, അവരാണ് ഉമർ ഖാലി നഗറിൽ വിശ്വാസം, വിമോചനം, മുന്നേറ്റം എന്ന പേരിൽ ഒത്തുചേരുന്നത്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, വീടാന്തരം കയറി വഹാബിസം CD വിതരണത്തിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ള വിതരണങ്ങളിലൂടെ അവർ ആശയങ്ങളെ വികലമാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ മലപ്പുറം ജില്ലയിലെ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് മാത്രം, മലപ്പുറം ജില്ലയിലെ സമ്മേളനത്തിൽ മാത്രം ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയിലെ വീടുകളിൽ ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും സുന്നത്ത് ജമാഅത്ത് പഠിക്കുന്നതിന് വേണ്ടി, കണ്ടു പഠിക്കുന്നതിന് വേണ്ടി, അനുഭവിച്ച് പഠിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം സീഡികൾ വിതരണം ചെയ്യാൻ SYSന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും സമ്മേളനത്തിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. محمد is the messenger, Allah is the refer. La ilaha illallah, Muhammad Rasulullah. Muhammad is the messenger, Allah is the refer. La ilaha illallah, Muhammad Rasulullah. La ilaha illallah, Muhammad Rasulullah. Allahu Akbar, 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 Allahu Akbar. All praise is due to the one and only. He is the master of all creation. All praise is due to the one and only. He is the master of all creation. He is the sustainer and the maintainer of the whole universe. La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, Allah is the refer. La ilaha illallah, Muhammadur Rasulullah. Muhammad is the messenger, Allah is the refer. La ilaha illallah, Muhammadur Rasulullah. La ilaha illallah, Muhammadur Rasulullah. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. बोलते हैं संग्रेजे आपके इशारे से, देखे हैं शजर चलते आपके
शजर चलते आपके इशारे से। ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह, Muhammad is the messenger, Allah is the prophet. La ilaha illallah Muhammadur Rasulullah, Muhammad is the messenger, Allah is the prophet. La ilaha illallah Muhammadur Rasulullah, La ilaha illallah Muhammadur Rasulullah.